നമസ്കാരം. നിഷ്പക്ഷതയുടെ മുഖം മൂടി അണിഞ്ഞ് സ്മൃതി പരുത്തിക്കാട് ഇന്നലെ ചാനൽ ചർച്ചയിൽ ഇടതുപക്ഷ പ്രതിനിധികളെ കിട്ടാത്തതുകൊണ്ട് നിരീക്ഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രിജിയെ ഒരു ചർച്ചയിൽ വിളിച്ചിരുത്തി. ചർച്ച എന്ന പേരിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഇവർ പ്ലാൻ ചെയ്തു വച്ചിരിക്കുന്ന പല പദ്ധതികളും ആ വ്യക്തിയിലൂടെ സമൂഹത്തിന്റെ മുന്നിലേക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ അടിച്ചിറക്കാമെന്ന് കരുതിയെടുത്ത് ഒന്ന് തേഞ്ഞു പോയിട്ടുണ്ട്. കാര്യം ചില കാര്യങ്ങൾ മുഖത്തടിച്ചതുപോലെ തന്നെ പറയേണ്ടതുണ്ട്. അങ്ങനെ ഇടതുപക്ഷ നിരീക്ഷകനായിട്ടുള്ള വ്യക്തി സ്മൃതി പരുത്തിക്കാടെന്ന ഊതിപ്പെരിപ്പിച്ച ആ ബലൂണിന്റെ കാറ്റഴിച്ചു വിട്ടൊരു മറുപടി കൊടുത്തു. അങ്ങ് പ്രസംഗം കേട്ടിരുന്നില്ല അല്ലേ? ഞാൻ അങ്ങേക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പ്രസംഗത്തിന്റെ ഭാഗം കേൾപ്പിച്ചത്. അല്ല, ഞാൻ പ്രസംഗം കേട്ടിട്ടില്ല, എന്നോടത് പറഞ്ഞിട്ടുമില്ല. അല്ല, ഇപ്പൊ കേൾപ്പിച്ചു എന്നാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ കേൾപ്പിച്ചിരുന്നു, അപ്പൊ ശ്രദ്ധിച്ചില്ല. അല്ല, അത് രണ്ട് സെന്റൻസ് അല്ലേ ഞാൻ കേട്ടത്. എത്ര സെന്റൻസ് ആയാലും കുറച്ചു കാലമായി ഈ സെന്റൻസുകൾ നമ്മൾ കേൾക്കുകയാണല്ലോ. പ്രിജി, ഇപ്പോഴും ഒരു വിശ്വാസക്കുറവ് എന്താണ്? അത് ശരിയാണ്. പക്ഷേ സ്മൃതി സ്വയം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? കേരളത്തിലെ പൊതുസമൂഹം സ്മൃതിയുടെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സ്മൃതി, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് നല്ല ധാരണയുണ്ടെന്നാണ്. എന്ന് കരുതിക്കൊണ്ട് ബാക്കിയുള്ള അവതാരകരെ കുറിച്ച് ഇല്ല എന്നല്ല. പക്ഷെ എന്താണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് സ്മൃതി പരുത്തിക്കാട് വ്യക്തി എന്തിനേയും പച്ച കള്ളം പറയുകയും വളച്ചൊടിക്കുകയും ഒരു സ്ക്രിപ്റ്റ് KPCC ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെയോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെയൊക്കെ വാട്സപ്പിൽ നിന്ന് അയച്ചു കൊടുക്കും, ഇത് അവിടെ ഇരുന്ന് അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അത് പറയുമ്പോൾ ഈ നാട്ടിലുള്ള മനുഷ്യർ എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് മനസ്സിലാക്കി പ്രതികരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ആ കണ്ടത്. ഓരോ ദിവസവും നമ്മൾക്ക് കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തി മേനോൻ ചെയ്യുന്ന ദുഷ്പ്രവർത്തികളെ എല്ലാം മറച്ചുകൊണ്ട് അദ്ദേഹം മഹാനാണ്, മാന്യനാണ്, അദ്ദേഹത്തെ പോലെ കാരുണ്യവാനായ വ്യക്തിയില്ല എന്നൊക്കെ സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം എന്താണെന്നും മാധ്യമ പ്രവർത്തനത്തിന്റെ മറവിലിരുന്നു കൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണെന്ന് നാട്ടുകാർക്കറിയാം. അതുകൊണ്ട് ഈ പണിയുമായിട്ട് നിങ്ങൾക്ക് അധികാരം മുന്നോട്ട് പോകാൻ പറ്റില്ല. മേനോനെ വിളിച്ചു പറഞ്ഞിട്ട് മന്ത്രി ആഫീസിലേക്ക് ഒരു സെക്രട്ടറി പോസ്റ്റ് വല്ലതും ഒപ്പിക്കുന്നതാണ് ഇതിനേക്കാൾ നല്ലതെന്ന് നാട്ടുകാർ പറയുന്ന സമയം വരുന്നതിനേക്കാൾ ഇതുപോലുള്ള തേഞ്ഞൊട്ടുന്ന മറുപടികൾ വാങ്ങിക്കൂട്ടുന്നതിനേക്കാൾ നല്ലത് അത്തരം വഴികൾ ആലോചിക്കുന്നതാണെന്ന് കഴിഞ്ഞ ദിവസത്തെ ആ ചർച്ച തെളിയിക്കുകയാണ്. ഒരു പഴയ ഏതെങ്കിലും പ്രതികരണം എടുത്തുകൊണ്ട് വന്നിട്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ വിഷയങ്ങളെ, ഇന്നലകളിലെ ഉദാഹരണങ്ങൾ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്ന് ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിച്ചു കൊടുക്കുന്ന പണി, ആ പണി എടുത്തു കഴിഞ്ഞാൽ എന്താണ് വരുംകാലങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ നേർ സാക്ഷ്യമാണ് അഡ്വക്കേറ്റ് പ്രിജിയിലൂടെ പുറത്തേക്ക് വന്നത്. ആ വാചകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പൊടുന്നനെ ഒരാൾ കരണക്കുറ്റിക്ക് ഒരെണ്ണം തന്നാൽ എങ്ങനെ ഇരിക്കും, ആ എഫക്റ്റ് ഉണ്ടായിരുന്ന മറുപടി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങ് പ്രസംഗം കേട്ടിരുന്നില്ല അല്ലേ? ഞാൻ അങ്ങേക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പ്രസംഗത്തിന്റെ ഭാഗം കേൾപ്പിച്ചത്. അല്ല, ഞാൻ പ്രസംഗം കേട്ടിട്ടില്ല, എന്നോടത് പറഞ്ഞിട്ടുമില്ല. അല്ല, ഇപ്പൊ കേൾപ്പിച്ചു എന്നാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ കേൾപ്പിച്ചിരുന്നു, അപ്പൊ ശ്രദ്ധിച്ചില്ല. അല്ല, അത് രണ്ട് സെന്റൻസ് അല്ലേ ഞാൻ കേട്ടത്. എത്ര സെന്റൻസ് ആയാലും കുറച്ചു കാലമായി ഈ സെന്റൻസുകൾ നമ്മൾ കേൾക്കുകയാണല്ലോ. പ്രിജി, ഇപ്പോഴും ഒരു വിശ്വാസക്കുറവ് എന്താണ്? അത് ശരിയാണ്. പക്ഷേ സ്മൃതി സ്വയം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? കേരളത്തിലെ പൊതുസമൂഹം സ്മൃതിയുടെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞിട്ടുണ്ട്.